ഹലോ ഫ്രണ്ട്സ്, ജിൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളുടെ വീട്ടിലുള്ള ഒരു വൈഫൈ റൂട്ടിൽ നിന്ന് എങ്ങനെ ഒന്നിലധികം ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ചെയ്യുന്നതിന് ആദ്യം വൈഫൈ റൂട്ടറിൽ ലോഗിൻ ചെയ്യണം. ഞാൻ ഉപയോഗിക്കുന്നത് നെറ്റ്ലിങ്കിൻ്റെ ONT+ വൈഫൈ മോഡമാണ്. ഓരോരുത്തരുടെയും വൈഫൈ ബ്രാൻഡ് അനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഈ ലോഗിൻ ഡീറ്റെയിൽസ് കിട്ടിയത് മോഡത്തിന് മേലിൽ നിന്നാണ്. നിങ്ങൾക്കിത് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മോഡം ആദ്യം സെറ്റ് ചെയ്ത ആളിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. റൗട്ടറിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മെനൂസ് അവിടെ കാണാം. ഇതിൽ നിന്നും വൈഫൈ സെറ്റിങ്സ് ചൂസ് ചെയ്യാം. ഇവിടെ ഇത് WLAN എന്നാണ്. ഈ വയർലെസ് ലാൻ എന്ന് പറഞ്ഞ സെറ്റിങ്സിന് താഴെ ഒത്തിരി സബ് മെനൂസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ബേസിക് സെറ്റിങ്സ് ചൂസ് ചെയ്യാം. ഈ പേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് വൈഫൈയുടെ നെയിം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് മുകളിലായിട്ട് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ AP എന്നും കാണാം. റൈറ്റ് സൈഡിൽ മൾട്ടിപ്പിൾ AP എന്നും കാണാം. ഈ മൾട്ടിപ്പിൾ AP വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ആക്സസ് പോയിൻറ്റ്സ് അഥവാ മൾട്ടിപ്പിൾ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ മൾട്ടിപ്പിൾ ആക്സസ് പോയിൻറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് AP1, AP2, AP3 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഡിഫാൾട്ടായിട്ട് ഒരു AP നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ബേസിക് സെറ്റിങ്സിൽ കാണുന്ന ഇത് APയുടെ പേര് നോ ഇൻ്റർനെറ്റ് എന്നുള്ളതാണ്. ഡിഫാൾട്ടായിട്ട് എൻ്റെ മൊബൈലിൽ ഇപ്പോൾ നോ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ AP അതായത് ആക്സസ് പോയിൻറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ ബേസിക് സെറ്റിങ്സിനകത്തു നിന്ന് മൾട്ടിപ്പിൾ AP വന്നിട്ട് AP1, AP2, AP3, AP4 ഇവയെല്ലാം എനേബിൾ ചെയ്യാണ്, ഇവിടെ ടിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മൊത്തം 5 വൈഫൈ ഹോട്ട്സ്പോട്ട് നമ്മളുടെ ഈ റൂട്ടറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഡേറ്റ റേറ്റ് ചൂസ് ചെയ്യാം. അതായത് ഈ വൈഫൈ എന്തോരം ഉള്ളോട് ഡേറ്റ, അതായത് എന്തോരം സ്പീഡിൽ ഡൗൺലോഡ് അവൈലബിൾ ആക്കണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതായത് ഈ FTTH നമ്മൾ 1 Mbps ആണ് കൊടുത്തിരിക്കുന്നത്. 1 Mbps എന്ന് വെച്ചാൽ 1 Mbps. അതുപോലെ തന്നെ 2 Mbps, അതുപോലെ തന്നെ 5.5 Mbps, 11 Mbps. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പീഡിലാണ് നമ്മൾ ഈ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുത്തു. അതായത് 1 Mbps, 2 Mbps ഇത് മാറ്റാൻ പറ്റും. അതായത് 1 Mbps, 2 Mbps അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത് വൈഫൈയിൽ നിന്നായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് വൈഫൈ റീസ്റ്റാർട്ടായി വന്നിട്ട് ഓക്കെ വൈഫൈ റീസ്റ്റാർട്ടായി വന്നു, ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ കയറി നോക്കിയാൽ അതായത് നമ്മളുടെ ഡിഫാൾട്ടായിട്ടുള്ള വൈഫൈ കൂടാതെ 4 എക്സ്ട്രാ ആക്സസ് പോയിൻ്റ് കൂടി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നോ ഇൻ്റർനെറ്റ് കൂടാതെ 4 എക്സ്ട്രാ വൈഫൈ കൂടി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ വൈഫൈ ഒന്നും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ല. അതായത് നോ ഇൻ്റർനെറ്റ് മാത്രമേ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൂ, ബാക്കിയൊന്നും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പോൾ ഇതിങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോകാം. സെക്യൂരിറ്റി സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് SSD ടൈപ്പ് എന്നുള്ളത് റൂട്ട് AP ആയിരിക്കും. റൂട്ട് AP എന്ന് വെച്ചാൽ നമ്മുടെ നോ ഇൻ്റർനെറ്റ്, അതാണ് ഡിഫാൾട്ടായിട്ട് സെലക്ട് ആയിരിക്കുക. അതിൻ്റെ പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് മാറ്റാം. ഇനി നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആക്സസ് പോയിൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും AP1, AP2, AP3, AP4 ഈ 4 APയുടെയും പാസ്വേഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ AP1 പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ AP1 എടുക്കുക. അതിൽ എൻക്രിപ്ഷൻ എന്നുള്ളത് മാറ്റിയിട്ട് WAP2 അല്ലെങ്കിൽ WAP2 മിക്സ്ഡ്, അതായത് WPA2 അല്ലെങ്കിൽ WPA2 മിക്സ്ഡ് യൂസ് ചെയ്യുക. WPA2 ചൂസ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡും ചോദിക്കും, പ്രീഷെയ്ഡ് കീയും ചോദിക്കും. നമ്മളിത് 1 2 3 4 5 6 7 8 എന്ന് കൊടുത്തു. ജസ്റ്റ് 1 2 3 4 5 6 7 8 എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കി സേവ് ചെയ്യുന്നു. അപ്ലൈ കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വൈഫൈ ഒന്ന് റീസ്റ്റാർട്ടായി വരും. അതെല്ലാം ടൈം എടുക്കും. ഓക്കെ, വൈഫൈ റീസ്റ്റാർട്ടായി ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഫോണിൽ നോക്കാം. നിലവിൽ നമുക്ക് കാണാം നോ ഇൻ്റർനെറ്റ് ഉണ്ട്. FTTH അത് ലോക്ക്ഡ് ആണ്, അതായത് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആണ്. FTTH 2, FTTH 3, FTTH 4 ഇപ്പോഴും സ്റ്റിൽ പാസ്വേഡ് ഓപ്പൺ ആണ്. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം വീട്ടിലെ വൈഫൈ നമുക്ക് മൾട്ടിപ്പിൾ ബാൻഡ്വിഡ്ത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമുക്ക് കുട്ടികൾക്ക് വീഡിയോ കാണാനും അതുപോലെ തന്നെ നമ്മളുടെ ഗസ്റ്റിന് യൂസ് ചെയ്യാനും ഒക്കെ വൈഫൈ നമുക്ക് ഓപ്പൺ ആക്കി ഇടാം. അതായത് ലിമിറ്റഡ് ബാൻഡ്വിഡ്ത്തിൽ നമ്മളുടെ വൈഫൈ ഓപ്പൺ ആക്കി ഇടാം. അതേപോലെ തന്നെ ഫുൾ ബാൻഡ്വിഡ്ത്തുള്ള നമ്മളുടെ വൈഫൈ നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കാം. ഞാൻ ബാക്കിയുള്ള വൈഫൈ ഓഫ് ചെയ്ത് ഈ വൈഫൈ നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് സിമ്പിളായിട്ടുള്ളൊരു പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ സ്പീഡ് 2 Mbps ആക്കി കിട്ടും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പാസ്വേഡ് ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. അവരുടെ ഡൗൺലോഡ് ലിമിറ്റ് 2 Mbps കൂടത്തില്ല. ഓക്കെ, അതായത് നമ്മളുടെ കോട്ട കഴിഞ്ഞു പോകാതിരിക്കാൻ ഇത് സഹായിക്കും.
ഇത്രയും നേരം ക്ഷമയോടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ജിങ്ക് ഫോർ ടെക്.